ചേലക്കര മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഇക്കുറി BJP മികച്ച വോട്ട് നിലയാണ് കെ ബാലകൃഷ്ണനിലൂടെ നേടിയത്. അത് ഗ്രാജ്വലി BJP കാലങ്ങളായിട്ട് വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് ഉപതെരഞ്ഞെടുപ്പാണ്. ഉപതെരഞ്ഞെടുപ്പിൽ മെച്ചപ്പെട്ട ഒരു പ്രകടനം BJPക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞു. നമ്മോടൊപ്പം സ്ഥാനാർത്ഥി തന്നെ ചേരുന്നു. ഇക്കുറി ഉപതെരഞ്ഞെടുപ്പാണ്. ഉപതെരഞ്ഞെടുപ്പിൽ ഒരു മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെയുടെ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് വിജയിക്കാൻ വേണ്ടി തന്നെയാണ് മത്സരം നടത്തിയത്. ഇപ്പോൾ നമുക്ക് 2021 അപേക്ഷിച്ചിട്ട് ഒരു 10,000-ഓളം വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചു. അത് ചേലക്കരക്കാർ നമുക്ക് തന്ന നമ്മുടെ പ്രവർത്തനം തന്ന അംഗീകാരമാണ്. ആ അംഗീകാരത്തോടൊപ്പം ചേലക്കരയിലെ ഒരു പ്രവർത്തകനായിട്ട് സാധാരണക്കാരുടെ ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന പ്രവർത്തകനായിട്ട് നമ്മളിവിടെ ഉണ്ടാകും. സാധാരണ ഇതിൽ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ ഉപതെരഞ്ഞെടുപ്പിൽ ഭരിക്കുന്ന പാർട്ടി അത് എങ്ങനെയും പിടിക്കാൻ നോക്കും. അതോടൊപ്പം തന്നെ പ്രതിപക്ഷവും തങ്ങളുടെ മെച്ചപ്പെട്ട പ്രവർത്തനം കാണിക്കാൻ ശ്രമിക്കും. അതിനിടയിലാണ് BJP ഇത്തരത്തിലൊരു പ്രവർത്തനം കാഴ്ചവെച്ചത്. സ്വാഭാവികമായിട്ടും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. തീർച്ചയായിട്ടും ഇതിപ്പോൾ 83,000 വോട്ട് 2021 ഉണ്ടായിരുന്ന LDFന് 60,000-ഓളം വോട്ടിൻ്റെ വ്യത്യാസം വന്നു. 24,000 വോട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് 34,000-ഓളം വോട്ടിൻ്റെ അടുത്തേക്ക് വർദ്ധിപ്പിക്കുന്നു. ഇവിടെ വളരുന്ന പാർട്ടിയും ജനങ്ങൾ വിശ്വാസത്തിലെടുക്കുന്ന പാർട്ടിയും BJP-യായി മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് വരാൻ പോകുന്ന കാലഘട്ടം അത് BJP-ക്ക് അനുകൂലമായി ഉണ്ടാകും. ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരം അത് ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഭരണവിരുദ്ധ വികാരമുണ്ട്. അങ്ങനൊരു വികാരമില്ലെങ്കിൽ അത് പാലക്കാടും കാണേണ്ടതായിരുന്നു. അതങ്ങനെയില്ല. ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ട്. ഇവിടെ സംബന്ധിച്ചിടത്തോളം പ്രത്യക്ഷത്തിൽ മാറ്റങ്ങളൊന്നുമില്ല. അത് BJP-ക്ക് വോട്ടായിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെയാണ് 10,000 വോട്ടോളം വർദ്ധിപ്പിക്കുന്നത്. നിങ്ങളുടെ കണക്കുകൂട്ടൽ ഒരു പാർട്ടി എന്ന നിലയിൽ ഏകദേശം എത്ര വോട്ടായിരുന്നു പ്രതീക്ഷ വെച്ചിട്ടുണ്ട്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സംഘടനാ സംവിധാനം വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് വിജയിപ്പിക്കാൻ ആവശ്യമായ വോട്ടുകൾ ഞങ്ങൾ സമാഹരിക്കാമെന്ന് ലക്ഷ്യം വെച്ചിട്ടാണ്. ഒരു 40,000 മുതൽ 54,000 വോട്ട് വരെ ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ലഭിച്ചത് 34,000-ഓളം വോട്ടാണ്. അത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ വർധനമാണ്. അപ്പോൾ അത് പാർട്ടിയെ അംഗീകരിച്ചുകൊണ്ട് ജനങ്ങൾ തരുന്നതാണ്. സ്വന്തം പഞ്ചായത്തായ തിരുവല്ലാമലയിലും അത്യാവശ്യം മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു അല്ലേ? അതെ, 5,500 വോട്ട് നമുക്ക് അവിടെ നിന്ന് കിട്ടാൻ സാധിച്ചു. 1,000-ഓളം 3,000 വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ സാധിച്ചു. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ഈ പറയുന്ന തിരുവല്ലാമല തന്നെയാണെന്ന് അല്ലേ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ 1,000 വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. ചേലക്കരയ്ക്ക് ഒരു സുപരിചിതനായ ഒരാളാണ് ബാലേട്ടൻ. സ്വാഭാവികമായിട്ടും ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പോൾ അത് മുന്നിൽ കണ്ട് ഒരു മികച്ച പ്രവർത്തനം വീണ്ടും തുടരുകയാണ്. എന്ത് തന്നെയാണെങ്കിലും ചേലക്കരക്കാരൊപ്പം തന്നെ ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ ചേലക്കരക്കാരുടെ ബാലേട്ടനായി തന്നെ ഇനി ഉണ്ടാവും വരും കാലങ്ങളിൽ. എന്തായാലും വരും നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലും BJP മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കും എന്ന ഒരു ശുഭാപ്തി വിശ്വാസം തന്നെയാണ് അവർ പ്രകടിപ്പിക്കുന്നത്. ഇക്കുറി ഏകദേശം 10,000-ഓളം വോട്ടുകൾ കൂടുതൽ നേടാനായി കഴിഞ്ഞ തവണത്തേക്കാളും എന്നതാണ് BJP-യെ കൂടുതൽ ആത്മവിശ്വാസത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നത്. പ്രജോഷ് കുമാറിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, ചേലക്കര.